നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൽത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനും കാരുണ്യവാനുമായ ഈശോയെ, അപ്പത്തിൻ്റെ രൂപത്തിൽ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നിന്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന ഈ സമയം, 3 മണി സമയം, കർത്താവേ, നിന്റെ പീഡാസഹനവും കുരിശുമരണവും ഒക്കെ ധ്യാനിച്ച് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ സ്നേഹത്തെയും അവാച്യമായ നിന്റെ കരുണയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുന്ന സമയം, ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ ഈ മണിക്കൂറിൽ അങ്ങയുടെ പീഡാസഹനത്തെയും മരണത്തെയും ഒക്കെ ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഒരു വലിയ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, 103 സങ്കീർത്തനം അതിൻ്റെ 8 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ഒരു തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയാണ് ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ദൈവത്തിൻ്റെ മറ്റൊരു പേര് കരുണയാണ് എന്നുള്ളത് കരുണയുടെ വർഷം നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു വലിയ ദൈവിക സ്വഭാവം തിരിച്ചറിയുന്നവരായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ക്രിസ്തുവിൽ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 21 അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോയും പത്രോസ്ലിഹായും തമ്മിലുള്ളൊരു സംഭാഷണം, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ്. ഈശോ ഉത്ഥാനത്തിന് ശേഷം നിരവധി പേർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പത്രോസുമായിട്ടുള്ള ആ ഒരു വലിയ ഗാഠമായ ഒരു സംഭാഷണമാണ് നമ്മളവിടെ കാണുക. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ പത്രോസ്ലിഹായെ അജപാലന ദൗത്യം ഏൽപ്പിക്കുന്ന ഈശോ. പത്രോസ്ലിഹായുടെ ജീവിതമൊക്കെ നമുക്കറിയാം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പ് പറഞ്ഞവനാണ്. പക്ഷെ കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ ഈശോയെ 3 പ്രാവശ്യം ഞാൻ അവനെ അറിയത്തു പോലുമില്ല എന്ന് ശക്തമായിട്ട് ഒരു പരിചാരികയുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും ഒക്കെ വിളിച്ചു പറഞ്ഞവരാണ് പത്രോസ്ലിഹ. ഒരിക്കലും തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കത്തില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തത്തില്ല എന്ന് തീരുമാനമെടുത്തിട്ടും വീണ്ടും തെറ്റിപ്പോയവനാണ് പത്രോസ്ലിഹ. അപ്പോൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു വലിയ ഒരു ചമ്മലൊക്കെ പത്രോസ്ലിഹായുടെ മുഖത്തുണ്ടായിരിക്കും. ഈശോ എന്നെ നേരിട്ട് കാണുമ്പോൾ, എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈശോ ചിലപ്പം ഞാൻ ഈശോയെ ഒറ്റിക്കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞതൊക്കെ ഓർത്തെടുത്ത് എന്നെ പരിഹസിക്കുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മേൽ കുറ്റം ചുമത്തുമായിരിക്കും എന്നൊക്കെ പത്രോസ്ലിഹ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈശോയുടെ ആ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെ പത്രോസ്ലിഹ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു നമ്മൾ വായിക്കുന്ന ഈ ഒരു വചനഭാഗത്ത്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു: യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ: ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ്ലിഹ വിചാരിച്ച് കാണും, മറ്റു ശിഷ്യന്മാരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നായിരിക്കും ചോദിച്ചത്.
ഈശോ അങ്ങനെ മനസ്സിലാക്കണം. ഒരു വലിയ ഒരു ഈശോ, ഉദ്ധിതനായ ഈശോയെ കണ്ടതിലുള്ള സന്തോഷം. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ വ്യക്തിപരമായിട്ട് ഈശോ സംസാരിക്കുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. പത്രോസ്ലീഹയുടെ ആദ്യത്തെ ഉത്തരം തന്നെ അതാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. എൻ്റെ ഹൃദയങ്ങൾ മനസ്സിലാക്കുന്നവനാണ് നീ, എൻ്റെ ഹൃദയം മനസ്സിലാക്കുന്നവനാണ് നീ. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. അങ്ങനെ വീണ്ടും രണ്ടാമത് ചോദിച്ചു. കാരണം ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വ്യക്തത വരുത്തുവാനായിട്ടാണ് ഈശോ ചോദിച്ചതെന്ന് പത്രോസ്ലീഹ മനസ്സിലാക്കി. മൂന്നാമതൊരു പ്രാവശ്യം കൂടെ ഈശോ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി, നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പത്രോസ്ലീഹ പറയുന്ന കാര്യം ഇതാണ്. അതീവ ദുഃഖിതനായിട്ട് പത്രോസ്ലീഹ ചോദിക്കുകയാണ്, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കും. ഒരു വലിയ ദൗത്യം ഈശോ പത്രോസ്ലീഹായെ ഏൽപ്പിക്കണം. അതായത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എല്ലാറ്റിനേക്കാളും ഉപരിയായി, എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി, എല്ലാ വ്യക്തികളേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കാൻ നീ നിയുക്തനായിരിക്കണം. ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക, വലയൊക്കെ നന്നാക്കിക്കൊണ്ടിരുന്നവരാണ്. പക്ഷേ ഈശോ വിളിച്ച പാടെ അവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ കൂടിയവരാണ്. വീണ്ടും അവരവരുടെ പഴയ സ്ഥിതിയിലേക്കൊക്കെ പോകാൻ തുടങ്ങി. വീണ്ടും ഈശോയുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഒരു വലിയ ഉത്തരവാദിത്വം, സഭയെ നയിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം പത്രോസ്ലീഹായ്ക്ക് നൽകുന്നുണ്ട്. പിന്നീട് പത്രോസ്ലീഹായുടെ ജീവിതം മുഴുവനും ഈ ഒരു സ്നേഹത്തിൻ്റെ ജീവിതമായിട്ട് മാറി. സ്നേഹത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഘോഷിക്കുന്ന വ്യക്തിയായിട്ട് പത്രോസ്ലീഹ മാറുകയാണ്. ഒത്തിരിയേറെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ, പണി, അതുപോലെ ശിക്ഷകളൊക്കെ, ഈശോയെ പ്രഘോഷിക്കുന്നതൊക്കെ പരസ്യമായിട്ടൊക്കെ ആളുകൾ വിലക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്, അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെയൊക്കെ ഏറ്റെടുക്കുക. കാരണം അത്രമാത്രം അവർ ഈശോയെ സ്നേഹിച്ചു. ആദിമസഭാ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത നമ്മുടെ വചനത്തിൽ കാണുന്നത്, അവർ പരസ്പരം സ്നേഹിക്കുന്നവരായിരുന്നു. അവർ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ട് അവർ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു ദിവസം കരുണയുടെ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? വ്യക്തിപരമായി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഈശോ ചോദിക്കുമ്പോൾ അതിനെന്ത് മറുപടി? പത്രോസ്ലീഹ പറഞ്ഞ പോലെ, ഈശോയെ, നീ അറിയുന്നല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നീ അറിയുന്നല്ലോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അപ്രകാരം നമുക്ക് പറയാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമുക്കത് പറയാൻ പറ്റുമോ? പലപ്പോഴും ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെയൊക്കെ ചിന്തകൾ മുഴുവനും മറ്റുള്ള ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിലുമൊക്കെയാണ്. ഈശോയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു പ്രാധാന്യത്തെക്കാൾ അധികമായി മറ്റു വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്നെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു. നമുക്ക് പറയാൻ സാധിക്കണം. ഓരോ ക്രിസ്ത്യാനിക്കും അപ്രകാരം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഈ ലോക ജീവിതത്തിൽ സ്നേഹമായി, കാരുണ്യമായി മാറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും ഒരു കപടതയുടെ മുഖം മൂടിയുമായി നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. എല്ലാവരുടെ മുമ്പിൽ സ്നേഹിക്കുന്നവരാണെന്ന് പറയുകയും ഉള്ളിലൊരു തരി പോലും സ്നേഹമില്ലാത്തവരായി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഇത് കുടുംബജീവിതത്തിലായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ, ഒരിക്കലും ദൈവം സ്നേഹിക്കുന്നത് പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, പത്രോസ്ലീഹ ഏറ്റു പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കാനും നിന്നെ മനസ്സിലാക്കാനും ഉള്ള വലിയ കൃപയും
നിനക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എല്ലാം വേണം. പക്ഷേ അനുഗ്രഹങ്ങളുടെ ദാതാവായ ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ, സ്നേഹിക്കാറുണ്ടോ? നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട്, കർത്താവേ, അവിടെ എവിടെയെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിക്കാൻ കൃപ തരണമേ എന്ന് ഈ നിമിഷം നമുക്ക് ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പത്രോസ്ലീഹ ഹൃദയം നുറുങ്ങി നിന്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും നല്ല തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ എല്ലാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈശോയെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.